ഗൈസ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. അവിടെ പോയപ്പോൾ അമ്മ ഞങ്ങളുടെ നിന്ന് ഒരാൾക്ക് 3 lakh വെച്ചിട്ട് 2ആൾക്ക് 6 ലക്ഷം വാങ്ങിയേ. വെറുതെ 1 ലക്ഷം കുറച്ചു. ആ അപ്പോൾ ഞാൻ പറഞ്ഞു 6 ലക്ഷം ടു എക്സ്പെൻസീവ്, 5 ഡിസ്കൗണ്ട് പറഞ്ഞപ്പോൾ 5 മതി പറഞ്ഞു. 5 ലക്ഷം നമ്മുടെ നാട്ടിലത്തെ 1,900. ഞങ്ങൾ റൂമിൽ പോയപ്പോൾ റൂമിൽ AC-യിലൊരു തേങ്ങയില്ല. ഹോം സ്റ്റേ എന്താണെന്ന് ഒരുമാതിരി പഴയ റൂമും. ലാസ്റ്റ് എന്ത് ചെയ്ത് ഞങ്ങൾ കീ തിരിച്ചു കൊടുത്തിട്ട് മറ്റേ പാസ്പോർട്ടും വാങ്ങിയിട്ട്, അല്ല പാസ്പോർട്ടല്ല, കീ കൊടുത്തിട്ട് പൈസയും വാങ്ങിയിട്ട് ഇങ്ങോട്ട് അറിയും. അപ്പോൾ ആദ്യം റൂം എടുക്കാൻ വരികയാണെങ്കിൽ ഹോയാനിൽ ഓൾഡ് ടൗണിൽ റൂം എടുക്കാൻ വരികയാണെങ്കിൽ ആദ്യം റൂം ചെക്ക് ചെയ്യാന്ന് പറയാം. റൂം കണ്ടിട്ട് മാത്രം പൈസ കൊടുക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ കാണാൻ കേട്ടോ. ഈവനിങ് വരണം. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ലൈറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റപ്പാണ്. എനിക്ക് നടന്നു വയ്യാതെ ആശ്രയ ഇതാ പറ പറക്കുന്നത്. വാഷ്റൂമാണിത്, ഈ കാണുന്നത് യെല്ലോ ബിൽഡിങ്. 10,000 വാഷ്റൂം യൂസ് ചെയ്യാൻ. 10,000 എന്ന് പറയുമ്പോൾ നാട്ടിലെ 35 നാട്ടിലെ 35 റുപ്പീസ്. ഇത്രയും ഹോച്ചിമിനിലൊക്കെ കണ്ട വാഷ്റൂം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ഇത് മറ്റേ നമ്മളെ നാട്ടിലെ KSRTC വാഷ്റൂമില്ലേ, അതേപോലെ. ആ ചേച്ചിയാണ് അവിടുന്ന് എൻ്റെ അടുത്ത് നിന്ന് 10,000 ഡോങ് വാങ്ങുന്നത്. ഇതൊക്കെ ശരിക്കുള്ള റേറ്റാണോ അതോ ഞങ്ങളെ കണ്ടിട്ട് വാങ്ങുന്ന റേറ്റാണോ അറിയില്ല. ഞങ്ങൾ ഒരു മണിക്കൂറായി ഉണ്ടാവും സ്റ്റേ അന്വേഷിച്ച് നടക്കുന്നത്. ഞാൻ അതൊരു ഹോപ്പുള്ളപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്താണ്. അവിടെ കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഞങ്ങളൊരു 5 lakhs വരെ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. അതിൽ മുകളിൽ പോകില്ല. അതിന് മുകളിൽ പോകണ്ടല്ലോ, നഷ്ടമല്ലേ. 5 lakhs എന്ന് പറയുമ്പോൾ എത്രയാണെന്നറിയോ? 5 lakhs എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു 3,000 രൂപയോ 2,500 വരും നമ്മളെ ഇന്ത്യൻ മണി. ഇവരിവിടെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് നല്ല മുതലാക്കുന്നുണ്ട് അല്ലേ. ഇവർക്ക് അറിയാം. എടുക്കാൻ പോകുന്ന റൂമിന് ഇവിടെ ഇപ്പൊ എത്രയോ 3 ചില്ലണോ? 3 ആയിരിക്കില്ലേ ഇവിടുത്തെ 3? ആ, ഇവിടുത്തെ 3 lakhs ആണ്. ഞങ്ങൾ പോകുന്ന റൂമിൽ അഗോഡയിൽ കാണിച്ച്. പക്ഷെ അവിടെ പോയി അത്രയ്ക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോവന്നെയാണ്. പോയി അവിടെ ഞാൻ അവിടെ നടന്നു വരിക. അയ്യോ, എന്നാലും മെഞ്ഞാന്നൊക്കെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഇന്ന് ഞാനാന്ന് വിചാരിച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിട്ടാണ് എൻ്റെ സ്റ്റാമിന പോയത്. അപ്പുറത്താ? ഓട് അല്ല, ഓടണ്ട എല്ലായിടത്തും എനിക്ക് വയ്യ, ഓടാൻ വയ്യ. ഈ ഒന്നുകിൽ ഏതൊരു സൈഡിൽ കൂടെ നടക്കുമോ? ഇങ്ങനെ കുഞ്ഞു അപ്പഴേ പറഞ്ഞു എനിക്ക് കലക്ക് വെള്ളം നോക്ക്, കായലിൽ കലക്ക് വെള്ളം. ഇവിടെ മഴ പെയ്യുന്നുണ്ട് 2-3 ദിവസമായിട്ട്. അതിൻ്റെ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. ഇതാണ് നമ്മളാ റൂം. ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ നടന്ന് കിട്ടിയ റൂമാണ്. ഈ റൂമിൻ്റെ റേറ്റ് 1,700 ഇന്ത്യൻ മണി. ഇവിടുത്തെ 5 ലക്ഷം രൂപയോ അങ്ങനെ എന്തോ ആണ്. 5 lakh ഡോങ്. ഇതാണ് റൂം. ഞങ്ങൾ ഫുള്ള് സാധനങ്ങളൊക്കെ അവിടെ അൺപാക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇതാണ് വാർഡ്രോബ്. ഇതാണ് വാഷ്റൂം. ഇതാണ് ഞാൻ. വാഷ്റൂമിൽ ഹോട്ട് വാട്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഇവിടെ AC ഇല്ല. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്യാതെ വന്നുകൊണ്ട് ഇവർക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള റൂം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞ ഫാന് സെറ്റ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെ ഈ ഫാന് കൊണ്ട് തന്നു. പക്ഷേ ഇവിടെ 22 ഡിഗ്രി ഉള്ളൂ ഹീറ്റ്. അപ്പോൾ ഫാൻ ഇട്ടിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങളെടുത്ത്. ഇതാണ് റൂം.
അപ്പോൾ എല്ലാവരും ഹോയാനിൽ ഏൻഷ്യൻ ഓൾഡ് ടൗണിൽ വരികയാണെങ്കിൽ ഓൾറെഡി റൂം ബുക്ക് ചെയ്യുക, എന്നിട്ട് കൺഫേം ചെയ്തിട്ട് വരിക. ഇവർ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നത് ഡു യു ഹാവ് എ ബുക്കിംഗ് സാർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്കിംഗ് ഇല്ല പറയുമ്പോൾ സോറി വി ഡോണ്ട് ഹാവ് എനി റൂം എന്ന് പറയും അവർ. എല്ലാവരും വരുന്നതിന് മുന്നേ പ്രീ ബുക്ക് ചെയ്യുക. അഗോഡയിൽ ചെയ്താൽ മതി, അഗോഡ കുറച്ചുകൂടി ഈസി ആവുന്നു റീഫണ്ടൊക്കെ കിട്ടാൻ. പിന്നെ എയർ ബി എൻ ബി ഉണ്ട്. എയർ ബി എൻ ബി എന്ന് പറഞ്ഞാൽ എയർ ബി എൻ ബി റൂംസ് ഈ ഏരിയയിൽ കുറവാണ്, കുറച്ചങ്ങോട്ടേക്ക് നടക്കണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ പേരാണ് ലൈബ്രറി ഹോട്ടൽ. ലൈബ്രറി ഒക്കെ ഉണ്ട് താഴെ ലോബിയിൽ. എന്താ വലിയൊരു ഫോട്ടോ. ഹോയാൻ ഫോ ലൈബ്രറി ഹോട്ടൽ നമ്മളെ ഏൻഷ്യൻ ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെ. പുറത്തേക്ക് ഇറങ്ങിയ ഏൻഷ്യൻ ടൗൺ. എല്ലാവരും കൊടയൊക്കെയായിട്ട് നടക്കുന്നത് ആക്ച്വലി. ഞാൻ പെയ്യാൻ ചാൻസ് ഉണ്ട്. ആകാശം നോക്ക്. കൊട വാങ്ങണോ? കൊടയ്ക്ക് വെറും 5 ലക്ഷം രൂപ അല്ല പറഞ്ഞ മിക്കവാറും ഉണ്ടാവും. ഇവിടെ നല്ല ഫുഡ് സ്പോട്ട് കണ്ട് പിടിക്കാനുള്ള യാത്രയാണ്. ആഷ്ലിയാണ് ക്യാപ്റ്റൻ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ആഷ്ലി ലുക്ക് അറ്റ് മീ. India. India, nice is okay. Come Koyang, would you like to buy some clothes? No, sorry. No, maybe later. Come later. We'll come later. We'll come later. Sorry. ഒരു ചേച്ചി എന്നെ പിടിച്ചു വെച്ചു. Would you like to buy some clothes? ഇവിടെ ഇല്ലേ 24 hours ഇതാണ്. ഉള്ളിൽ നമുക്ക് സ്യൂട്ട് ഇതേപോലെ ഡ്രസ്സസൊക്കെ ഇവർ സെറ്റാക്കി തരും. അളവൊക്കെ എടുത്ത് അപ്പം തന്നെ എടുത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കി തരും. അളവെടുക്കുക, നമ്മളെ ഫാബ്രിക് സ്റ്റൈലൊക്കെ സെലക്ട് ചെയ്യുക, കളേഴ്സ് സെലക്ട് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് 1 day ഒക്കെ ഒന്നും വേണ്ട, അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ 1 day ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് തരും തോന്നുന്നു. റേറ്റ് ഇട്ടില്ല. 40. കേറണം. Hello, do you have shakes? Juice? Yes. റേറ്റ് ഇല്ലല്ലോ. 40, 50, 60. കുഴപ്പമില്ല. അവിടുത്തെ കിട്ടിയുള്ളൂ. ഒച്ചമില്ല. നടന്നു നോക്കണ്ടല്ലോ അല്ലേ? കഴിക്കാം. ചെറിയ സെറ്റപ്പ്. എനിക്ക് എന്തെങ്കിലും കഴിക്കാതെ നടക്കാൻ പറ്റില്ല. നിനക്ക് ഏത് വേണ്ടേ? അതൊക്കെയാണ് എന്തായാലും വേണ്ട. ദുരന്തമായിരിക്കും. ഇപ്പുറത്തിരിക്കും. ഇത് ജ്യൂസാ. ഈ എന്താ കഴിക്കുന്നത്? ഷെയ്ക്കാണോ ജ്യൂസാണോ? ഷേക്ക് കഴിക്കും, സ്മൂതി കഴിക്കും. ഞാൻ മാംഗോ പറയും. അയ്യോ, സപ്പോർട്ട് ഉണ്ടാക്കിയാറുണ്ട്. സപ്പോർട്ട് ഷെയർ. One mango, one One mango and one sabuti. Yes. Lihat. ഇവിടെ എരില്ല എന്ന് പറഞ്ഞിട്ടാ. എരിവുള്ള സാധനം കിട്ടും. അടിപൊളി.
പവറാ, തീ അങ്ങോട്ട് എരിഞ്ഞു കയറും. ഞാനൊരു മാംഗോ സ്മൂത്തി, ആഷ്ലി ഒരു ചിക്കു സ്മൂത്തി, സപ്പോട്ട. എന്താ പറയാ ഇംഗ്ലീഷിൽ? ജബാട്ടി, രബൂച്ച്, സപ്പോഷ. ഞങ്ങൾ വേറെ 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ. ഇപ്പോൾ വരും, വരുമ്പോൾ കാണിച്ചതാണ്. ഇനി നമ്മള് വിയറ്റ്നാമിലേക്ക് വരുമ്പോ നമുക്ക് ഭയങ്കര പരിചയമുള്ള നാട് പോലെ. ഇവിടെ നീ വേറെ കൂട്ടി വരികയാണെങ്കിലേ നമുക്ക് പട്ടിച്ചോടാ അവിടെ. അങ്ങോട്ട് പോലെ എളുപ്പമായിരിക്കും. താങ്ക് യു. 4 ഡോണ്ട് നോ ദിസ്. നോ. ഇതാണ് എൻ്റെ ഫുഡ്. ഗ്യാസിൻ്റെ ഫുഡ് വരാനിരിക്കുന്നത്. അതാ നമുക്ക് ഫുള്ള് അല്ലയാ. Some lamb. Oh, okay. And with spoon? This? Spoon and chopsticks. No chopsticks. Difficult. No chopsticks. Good. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഈ പറഞ്ഞ കാര്യം. Thank you. എടാ എന്ത് സാധനമാണോ? എന്താ അതല്ലേ അപ്പൊ എന്താ റൈസ് റോൾ വരും. ഞാൻ അറിയില്ലേ, ഇവരത് പറഞ്ഞിട്ട് പറഞ്ഞു. Dinner, bro. I do for you. I do for you. Yes. The name of this one in Vietnamese name? Yes. Bánh cuốn thịt nướng. Bánh tráng con tinh nụ. Cucumber. Green papaya and carrots. Okay. Raw papaya. Yes. Okay. Like that. Later. വായൽ വെച്ച് കഴിച്ചു. ഓക്കെ, നൈസ്. താങ്ക് യു. ഓ You put ready? നോ. Chin. ഓക്കെ. Gammon. The center. Okay. ഓക്കെ. എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? കുഴപ്പമില്ല. അങ്ങോ പറ ഇതേ പറ. ആഷ്ലി പെട്ടു ഗൈസ്. ലോട്ടറി അടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളിത് രണ്ടും ഫിനിഷ് ചെയ്ത് ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനില്ല, കാണുമ്പോഴുള്ള ഒരു ഇതുള്ളൂ അല്ലേ, ആവറേജ് ഫുഡ്. പിന്നെ ഒരു കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്ത് നോക്കിയാൽ. പക്ഷെ കുഴപ്പമില്ല, വയറ് ഫുള്ളായി. ആ ഷെയ്ക്ക് കുടിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായിട്ടുണ്ട്. ഷെയ്ക്ക് നൈസാട്ടോ, അടിപൊളിയാണ്, നല്ല ഷുഗറൊക്കെ ഉണ്ട്. ആക്ച്വലി ഫുഡ് കഴിച്ച മനയിലെ ശീലം എന്താ അറിയോ, മദ്യം. ഞങ്ങൾ മദ്യം തപ്പി പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളല്ല, ഞാൻ. ആക്ച്വലി അടിക്കില്ല, ഞാൻ അടിക്കുന്നു. ഇതാണ് ആൽക്കഹോൾ ഷോപ്പ്. യെസ്,
മൂന്ന് സൈഡിൽ കയറി വെക്കാം. ഇതാണ് വാങ്ങിയത് 3 സൈഗോൺ ബിയർ. ക്യാൻ ബിയറിന് 15 മറ്റേ ഗ്ലാസ് ബോട്ടിലൊന്നുണ്ട് അതിന് 20-25 അങ്ങനെ എന്തോ റേറ്റ്. 18 ആയിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ടോ? നല്ല ചിൽഡ് ബിയർ. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറവാണ്. ബാറിൽ കയറുന്നതിനെക്കാട്ട് ബെറ്റർ ഇവിടുന്ന് ലോക്കലായിട്ട് വാങ്ങും, ചിൽഡ് കിട്ടും ചെയ്യും. ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവാണ്. റൂമിലിരുന്ന് 2 ബിയർ അടിക്കുന്നു, ഒന്ന് ഡാർക്കായിട്ട് പുറത്ത് പോകുന്നു. ബാറിൽ കണ്ടോ ഡിഫറൻസ് നോക്ക്. ഇതാണ് ബാറിലെ റേറ്റ്. ടൈഗർ 35, ഹൈനിക്കൻ 35, ബഡ്വൈസർ 45. ഒരു ഫോറിനർ ചേച്ചീനെ കണ്ടിട്ടോ. ചേച്ചീൻ്റെ ഒരു കാല് ഫ്രാക്ചർ എന്തായി, നീരെന്തോ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റേ ക്രച്ചസ് വെച്ച് നടക്കുന്നത്. ഒറ്റയ്ക്കുള്ളൂ തോന്നുന്നു ഇവിടെ. അങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് പാക്ക് ചെയ്യാം. ലാൻഡാണ് ഇവിടുത്തെ കിച്ചൺ. നോക്കി അമ്മ എന്തോ ഈ ചേച്ചി ഞാൻ പറഞ്ഞ ക്രച്ചസിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ആണോ? നമ്മളെ പോലെ തന്നെ ഇവർ ഈ ഓർണേഴ്സ്, ഈ വൈറ്റ്സ് ഇവർക്ക് ഈ ഫുള്ള് കംഫർട്ടിൻ്റെ പരിപാടിയല്ലേ. ഡ്രസ്സിങ്ങൊക്കെ നടക്കാനൊക്കെ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ്. നമ്മളെപ്പോലെ പാൻസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല. ഫുള്ള് ഷോർട്സ്, മറ്റേ വെസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളാണ് എവിടെയും പോകുമ്പോൾ ഫുള്ളി പാക്ഡ് ആയിട്ട് ഫുൾ ലഗേജ്, പാൻറ്, ഷർട്ട്, വാച്ച്. എന്തായാലും ഉണ്ട് വാച്ച്. ഒരു വാച്ച് പോലും യൂസ് ചെയ്യുന്നില്ല. കയ്യിലൊന്നും വാച്ചില്ല ഇവരാരെയും. എന്താ ചിരിച്ചു വരുന്നത്? എന്താ ചിരിച്ചുകൊണ്ട് വരുന്നത്? ഞാനേ അവിടെ മസാജിന്റെ റേറ്റ് ചോര എല്ലാരും കൂടി ഇറങ്ങി ഓടിയാൻ പറഞ്ഞു വേണ്ട. എന്തിന്? മസാജിന്റെ റേറ്റ് മസാജ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാ. ഇത് ഭയങ്കര ഇതാന്ന്. നമ്മൾ ജസ്റ്റ് ചോദിച്ചാൽ അപ്പോൾ ഒരു പാഞ്ഞു വരും. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു. കിയ കാർഡില്ല. യെസ്.